നമസ്കാരം, എല്ലാ മാന്യപ്രേക്ഷകർക്കും പേരിൻ്റെ വിസ്മയത്തിലേക്ക് സ്വാഗതം. ഞാൻ സുനീഷ് തമ്പാൻ. ഇന്ന് 22/5/2024. ഇന്ന് ആദ്യം തന്നെ ഞാൻ പ്രോഗ്രാമിലേക്ക് വിളിക്കേണ്ട നമ്പർ ആദ്യം പറയാം. 8086897030 8086897030. അപ്പോൾ അതാണ് നിങ്ങൾ പ്രോഗ്രാമിലേക്ക് വിളിക്കേണ്ട നമ്പർ. ഞാൻ ഡേറ്റ് പറഞ്ഞു 22/5/2024. അതായത് 22 ഒരു മാസ്റ്റർ നമ്പർ കൂടിയാണ്. 4ൻ്റെ എനർജിയുള്ള പേഴ്സണാലിറ്റി നമ്പർ, 4ൻ്റെ ഒരു എനർജി കൂടിയാണ്. കൂടാതെ 22 എന്നത് മാസ്റ്റർ നമ്പർ കൂടിയാണ്. അതിനെക്കുറിച്ചിട്ടൊക്കെ നമുക്ക് പറയാം. നമുക്ക് ആദ്യം തന്നെ ഫസ്റ്റ് കോൾ വന്നിട്ടുണ്ട്. നമുക്ക് കോളിലേക്ക് തന്നെ ആദ്യം പോവാം. ഹലോ, നമസ്കാരം. പേരിൻ്റെ വിസ്മയത്തിലേക്ക് സ്വാഗതം. ആരാണ് സംസാരിക്കുന്നത്? എന്റെ പേര് നിഷാജ് എന്നാണ്. വിശാഖ് അല്ലേ? NISH. നിഷാഖ് NIA? NISHAJ. നിഷാജ്. ഓക്കെ. എന്താണ് ഇനീഷ്യൽ, എന്താണ് സെക്കൻഡ് നെയിം എന്താണ്? AV. A for apple, V for victory. AV. ഓക്കെ. ഡേറ്റ് ഓഫ് ബർത്ത് പറയൂ. 25/3/84. 3/84 അല്ലേ? ഒന്ന് എവിടെ വിളിക്കുന്ന എവിടെ നിന്നാണ് പറഞ്ഞില്ല? ഞാൻ കോഴിക്കോട് നിന്നാണ്. കോഴിക്കോട് അല്ലേ? ഓക്കെ, ശരി. ഞാൻ ഒന്ന് ചെക്ക് ചെയ്യട്ടെ, എന്നിട്ട് പറയാം. ഓക്കെ. കേൾക്കാമോ? പേഴ്സണാലിറ്റി നമ്പർ 7, ലൈഫ് പാത്ത് നമ്പർ 5. നിങ്ങൾക്ക് എന്താണ് എന്തറിയാൻ വേണ്ടിയിട്ടാണ് വിളിച്ചത്? നമുക്ക് പേരിന് എന്തെങ്കിലും ദോഷമുണ്ടോ? പേര് ഒരു എബോ ആവറേജ് ആയിട്ടുള്ള പേരാണ്. വലിയ കുഴപ്പങ്ങളൊന്നും അതിൽ കാണാനില്ല. ജോലി സംബന്ധമായിട്ട് പറയാനുള്ളത്, ആക്ച്വലി ജോലി സംബന്ധമായിട്ട് കാര്യങ്ങൾ പറയുകയാണെങ്കിൽ നമ്മുടെ കാരിയർ ലെവലിൽ ഏത് നോക്കിക്കഴിഞ്ഞാൽ ഈ വർഷം കുറച്ച് ഡള്ളായിട്ട് ഇരിക്കുന്ന ഒരു സമയമാണ്. അപ്പോൾ അത് പിന്നെ അനുകൂലമായിട്ട് വരണമെങ്കിൽ ഒരു അപ്പോൾ അത് അനുകൂലമായിട്ട് നമുക്കൊരു നല്ലൊരു ദിശയിൽ ഒരു എന്താ പറയുക, ഒരു വർഷം കൂടി കാത്തിരിക്കേണ്ടി വരും. നമ്മൾ ഉദ്ദേശിക്കുന്ന, അല്ലാതെ ഇപ്പം നമുക്ക് ജോലി ചെയ്യാൻ പറ്റില്ല അങ്ങനെ അല്ല പറയുന്നത്. നിങ്ങൾ ഉദ്ദേശിക്കുന്ന രീതിയിലേക്ക് പോകണമെങ്കിൽ, നിങ്ങൾ ആഗ്രഹിച്ചു കൊണ്ടിരിക്കുന്ന ആ ജോബിലേക്ക് എത്തണമെങ്കിൽ കുറച്ച് കാലതാമസമുണ്ട്. ഇപ്പോഴൊരു കുറച്ച് എന്താ പറയുക കൺഫ്യൂഷനും അല്ലെങ്കിൽ കുറച്ച് ഹാർഡായിട്ടുള്ള, അതായത് നിങ്ങൾ ഉദ്ദേശിക്കുന്ന രീതിക്ക് അപ്രതീക്ഷിതമായിട്ടുള്ള ബ്ലോക്കുകൾ വരുന്ന എനർജിയിലാണ് ഇപ്പോൾ ഉള്ളത്. കുറച്ച് കാലഘട്ടം അത് നിങ്ങൾ പ്രത്യേകിച്ച് പേര് മാറ്റിയിട്ട് വലിയ പേര് ഇപ്പം നിങ്ങൾ ഉദ്ദേശിക്കുന്ന രീതിയിൽ പോകാൻ പറ്റുന്ന പേരും കാര്യങ്ങളൊക്കെ തന്നെയാണ്. അല്ലാണ്ട് ഇപ്പോൾ അങ്ങനെ ഇപ്പം ജോലി വല്ലതും നഷ്ടപ്പെട്ട അങ്ങനെ വല്ലതും ആണോ? അല്ല, അതന്നെ. അപ്പോൾ ഇപ്പോൾ എന്തായാലും ആ സമയമല്ല, അങ്ങനെയുള്ള ഒരു സമയമല്ല. നമ്മൾ അപ്രതീക്ഷിതമായിട്ടുള്ള മാറ്റങ്ങൾ വരുന്ന ഒരു സമയമാണ് ഉള്ളത്. ഇപ്പോൾ നിങ്ങളുടെ പേരും നിങ്ങളുടെ ഡേറ്റ് ഓഫ് ബർത്തും വെച്ചിട്ട് പോക്കുകയാണെങ്കിൽ നിങ്ങൾ ഉദ്ദേശിക്കുന്ന രീതിയിലേക്കൊക്കെ പോകാൻ പറ്റുന്ന എനർജി തന്നെ അതിലുണ്ട്. അനുകൂലമായ, അപ്പോൾ നിഷാജ്, അതായത് NISHAJAV, നിഷാജ് AV എന്നാണ് പേരെങ്കിൽ നിങ്ങൾ ഉദ്ദേശിക്കുന്ന രീതിയിലേക്ക് നിങ്ങൾക്ക് പോകുവാനൊക്കെ സാധിക്കും. അപ്പോൾ പക്ഷേ എല്ലാവർക്കും അതിൻ്റേതായിട്ടുള്ള കുറച്ചേറെ കാലതാമസം, ഓരോരോ പീരീഡിൽ ഉയർച്ച താഴ്ചകൾ ഉണ്ടാവും. ആ ബേസിലുള്ള കാര്യമാണ് ഞാൻ പറയുന്നത്. ഇപ്പോൾ കുറച്ച് സ്പീഡ് കുറഞ്ഞ ഒരു സമയമാണ്. അപ്പോൾ ഇപ്പം ഒരു പുതുതായിട്ട് ഒരു കാര്യത്തിന് ഇറങ്ങാണ്ടിരിക്കുന്നതാണ് നല്ലത്. എന്താണോ ഇപ്പോൾ നടത്തിക്കൊണ്ട് പോകുന്നത് അത് രീതിയിൽ പോകുന്നതാണ് നന്നാകുക. അല്ലെങ്കിൽ ഇപ്പോഴും നമ്മൾ എന്തെങ്കിലും ചെയ്യുമ്പോൾ നമ്മൾ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത ഒരു കാര്യങ്ങളൊക്കെയാണ് സംഭവിക്കാനുള്ള സാധ്യത കൂടുതൽ. അപ്പോൾ അതിനും കൂടി റെഡി ആയിട്ട് വേണം പിന്നെ ഇറങ്ങാൻ വേണ്ടിയിട്ട്. അങ്ങനെയുള്ള എനർജിയാണ് ഇപ്പോൾ കാണുന്നത്. ഓക്കെ. അപ്പോൾ പേരിൽ വലിയ മാറ്റം വരുത്തേണ്ട കാര്യമില്ല.
ഇല്ലല്ലേ? പേരിൽ വലിയ മാറ്റം വരുത്തണ്ട. പക്ഷേ നമ്മുടെ ആ ഡേറ്റ് ഓഫ് ബർത്ത് 7ഉം 5ന്റെയും കൂടിച്ചേരലാണ്. 7ന്റെയും 5ന്റെയും കൂടിച്ചേരൽ പറഞ്ഞു കഴിഞ്ഞാൽ ഒന്ന് നമ്മുടെ എന്താ പറയുക ഒരു ഭാവനാത്മകമായിട്ട് മൈൻഡാണ്, മറ്റേത് പറഞ്ഞു കഴിഞ്ഞാൽ ലോജിക്കാണ്. അപ്പോൾ ഇത് രണ്ടും കൂടുന്ന ഒരു എനർജിയാണ്. പൊതുവെ 5ഉം 7ഉം ബെസ്റ്റ് യോജിക്കുന്നതെന്നല്ല, പക്ഷെ പേരിന്റെ എനർജി കൊണ്ട് അത് യോജിച്ച് പോകുന്നുമുണ്ട്. ഓക്കെ. അപ്പോൾ അത് എന്താ പറയാ പേരിൽ മാറ്റം വരുത്തണ്ട എന്ന് തന്നെയാണ് പറയാനുള്ളത്. അല്ല, ഞാൻ ഒരു സംശയം ചോദിച്ചാൽ ഇതിൽ ലക്കി നമ്പർ ആയിട്ട് എന്തെങ്കിലും ഉണ്ടോ? ലക്കി നമ്പർ നിങ്ങളുടെ മോസ്റ്റ് ലക്കി നമ്പർ 5 തന്നെയാണ്. അതുകൂടാതെ 2ഉം 6ഉം 2 എന്ന സംഖ്യയും നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ലക്കിയസ്റ്റ് ആയിട്ടുള്ളതാണ്. ഇപ്പോൾ ഇരിക്കുന്ന പേരിൻ്റെ എനർജി എന്തായാലും ലക്കിയസ്റ്റ് ആയിട്ടുള്ള ഒരു എനർജി തന്നെയാണ്. പക്ഷെ അത് മറ്റുള്ളവർക്ക് ഫീൽ ചെയ്യുന്നത് കുറച്ച് സ്ട്രഗിളിങ് ആയിട്ടുള്ള കാര്യങ്ങളാണ്. അതായത് ഒരു പക്ഷേ മറ്റൊരു ആൾക്കാർ തെറ്റിദ്ധരിക്കുന്ന രീതിയിലുള്ള എനർജിയും അതിൽ ഉണ്ട്. പക്ഷേ എന്നിരുന്നാലും നിങ്ങളുടെ കരിയർ ലെവലിലേക്ക് നിങ്ങൾ ഉദ്ദേശിക്കുന്ന രീതിയിലേക്ക് എത്തുമ്പോഴേക്കും നിങ്ങൾക്ക് അനുകൂലമായിട്ട് കാര്യങ്ങൾ കൊണ്ടുവരാൻ വേണ്ടി പറ്റും. അതായത് നിങ്ങൾ ഇനി ബിസിനസ്, അതായത് ഈ സമയത്ത് ഇറങ്ങേണ്ടതെന്ന് മാത്രമേ ഞാൻ പറയുന്നുള്ളൂ കേട്ടോ. ബിസിനസ്സിലേക്ക് ഇറങ്ങാനുണ്ടെങ്കിൽ ഓക്കെ, പിന്നീട് തീർച്ചയായിട്ടും ഇറങ്ങാം. അത് വിജയിപ്പിച്ച് കൊണ്ടുവരാനും സാധിക്കും. അതല്ലേ? അല്ല, നമുക്ക് ഈ ലക്കി അല്ല ഈ എന്താ പറയാ ഈ സമയം മാറാൻ എന്തെങ്കിലും പരിഹാരം അങ്ങനെ എന്തെങ്കിലും? ഈ സമയം മാറാനും നമുക്ക് കുറച്ചുകൂടി അനുകൂലമായിട്ടുള്ള കാര്യങ്ങൾ നേടാനും നിങ്ങൾക്കിപ്പോൾ ഒരു സ്റ്റോൺ എനിക്ക് നിർദ്ദേശിച്ചിട്ട് തരാൻ വേണ്ടി പറ്റും. അത് കാറ്റ്സ് ഐ ആണ്. കാറ്റ്സ് ഐ എന്നുള്ള സ്റ്റോൺ ആണ്. കാറ്റ്സ് ഐ. അതെ, കാറ്റ്സ് ഐ എന്ന് പറയും. അപ്പോൾ അത് ധരിക്കേണ്ടത് ഒരു തിങ്കളാഴ്ച ദിവസം സൂര്യോദയത്തിന് മുമ്പേ ധരിക്കേണ്ട ഒരു സ്റ്റോൺ ആണ്. വൈഡൂര്യം എന്ന് മലയാളത്തിൽ പറയും. അപ്പോൾ ആ ഒരു സ്റ്റോൺ ധരിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ പിന്നെ വിശദമായിട്ട് അത് എങ്ങനെയാണ് ധരിക്കുക, അതാണ് സ്റ്റോൺ എന്ന് എനിക്കിപ്പോൾ നിർദ്ദേശിക്കാൻ വേണ്ടി പറ്റുള്ളൂ. എങ്കിൽ അത് വാങ്ങുന്ന സ്ഥലത്ത് നിന്നെങ്കിലും എങ്ങനെയാണ് ധരിക്കേണ്ടതെന്ന് വിശദമായിട്ട് നിങ്ങൾ ചോദിച്ചിട്ട് ധരിക്കണം. ഓക്കെ. എന്തായാലും പേരിൻ്റെ വിസ്മയത്തിലേക്ക് വിളിച്ചതിൽ സന്തോഷം. അപ്പോൾ നമ്മൾ ഈ കാര്യങ്ങൾ ചെയ്തുകൊണ്ട് കുറച്ചും കൂടി ഈ സമയത്തിന് അനുകൂലമാക്കുക. തീർച്ചയായിട്ടും നിങ്ങൾ പ്രതീക്ഷിച്ച് വെച്ചിരിക്കുന്ന കാര്യങ്ങൾ പിന്നീടേക്ക് ഒന്ന് ഷിഫ്റ്റ് ചെയ്യുന്നതായിരിക്കും ന്യൂമറോളജി പറയുന്നത് കേട്ടോ, ഏറ്റവും ബെസ്റ്റ് ആകുന്നത്. ഓക്കെ. എന്തായാലും പിന്നെ പേരിൻ്റെ വിസ്മയത്തിലേക്ക് വിളിച്ചതിൽ സന്തോഷം. നിഷാജ് ആണ്, കോഴിക്കോട് നിന്നാണ് വിളിച്ചത്. അപ്പോൾ അതാണ് ഒരു ആളുടെ പേരിൽ 7ഉം 5ഉം അത് ഈ 2 നമ്പറിനും ചെറിയൊരു വൈരുദ്ധ്യമുണ്ട്. എന്താണ് ഈ 7ന്റെയും 5ന്റെയും വൈരുദ്ധ്യം എന്ന് പറഞ്ഞാൽ? രണ്ടും നമ്മുടെ ബുദ്ധിപരമായിട്ട് ബുദ്ധിയുടെ എനർജി എങ്ങനെയാണെന്ന് ചിന്തിക്കുകയാണെങ്കിൽ ഒന്ന് എന്താ പറയുക ഭാവനാത്മകമായ ചിന്താഗതിയാണ് 7 സ്പിരിച്വൽ ആയിട്ടുള്ളത്. 5 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലോജിക്കലാണ്. അതായത് നിങ്ങളിപ്പോൾ കാണുന്നതും അല്ലെങ്കിൽ പറയുന്നതും അല്ലെങ്കിൽ ഈ സംഭവം ലോകത്ത് നടന്നുകൊണ്ടിരിക്കുന്ന ലൈവായിട്ടുള്ള എനർജിയാണ്. മറ്റേത് ഭാവനാത്മകതയാണ്. അപ്പോൾ ഈ 2ന്റെയും കൂടിച്ചേരൽ പൊതുവെ ഒരു മനുഷ്യന് കൺഫ്യൂഷൻ ആയിട്ടുള്ള ഒരു ചിന്താഗതി സൃഷ്ടിക്കും. അതാണ് ഈ 7ന്റെയും 5ന്റെയും. അപ്പോൾ അവിടെ പവർഫുള്ളായിട്ടുള്ള ഒരു ലക്കിയസ്റ്റ് ആയിട്ടുള്ള പേര് വേണം. അപ്പോൾ ഇദ്ദേഹത്തിൻ്റെത് ഏറെക്കുറെ അനുകൂലമായിട്ടുള്ളതാണ്. ഇനിയിപ്പോൾ ഇത്രയും അല്ലേ ഒരു പ്രായമുള്ള വ്യക്തി, ഏകദേശം 40 വയസ്സിൻ്റെ അടുത്തുള്ള ഒരു വ്യക്തി എന്ന നിലയിൽ നമുക്കത് പൂർണ്ണമായിട്ടും മാറ്റുന്നതിലും സുഖം അത് ഓപ്പോസിറ്റായിട്ട് എന്തായാലും നിൽക്കുന്നില്ല. കൃത്യമായിട്ടും കർമ്മം കൊണ്ട് ഉദ്ദേശിക്കുന്ന രീതിയിൽ കാര്യങ്ങളെ ഉയർന്നു പോകാനൊക്കെയുള്ള എനർജി അതിൽ കാണുന്നുമുണ്ട്. അതുകൊണ്ടാണ് ഞാൻ പേരിൽ മാറ്റം വരുത്തണ്ട എന്ന് നിർദ്ദേശിച്ചത്. അപ്പോൾ നമ്മൾ അടുത്ത കോളും കൂടി വെയിറ്റ് ചെയ്യണം കേട്ടോ. അടുത്ത കോളിലേക്ക് നമുക്ക് പോവാം. ഹലോ, നമസ്കാരം. പേരിൻ്റെ വിസ്മയത്തിലേക്ക് സ്വാഗതം. ആരാണ് സംസാരിക്കുന്നത്? എൻ്റെ പേര് മനീഷ് മാധവനാണ്. മനീഷ് മാധവൻ. ഓക്കെ. MANEESH അല്ലേ? MANESH പിന്നെ മാധവൻ. NASH എന്നാണോ പറഞ്ഞത്? MANE. ഹലോ, ഒന്നുകൂടി സ്പെല്ലിംഗ് പറയാമോ? മനീഷ് എന്നല്ലേ ആദ്യം പറഞ്ഞത്, എന്നിട്ട് സ്പെല്ലിംഗ് പറയാനല്ലോ പറഞ്ഞത്. മനീഷ് MANESH. മനീഷ്. ഓക്കെ. മനീഷ് മാധവൻ. മാധവൻ. MADHAVAN. MADHAVAN അല്ലേ? MADHAVAN. ഓക്കെ. ഇനി ഇനീഷ്യൽ വല്ലതും ഉണ്ടോ അത് കഴിഞ്ഞിട്ട്? ഇല്ല സാറേ, ഇത് മാത്രമല്ല, മനീഷ് മാധവൻ. മനീഷ് മാധവൻ എന്നേ ഉള്ളൂ. ഇനി ഡേറ്റ് ഓഫ് ബർത്ത് പറയും. 19. ഡേറ്റ് ഓഫ് ബർത്ത്, ഡേ, മന്ത്, ഇയർ പറയും. ഡേ ആണ് 19. 9 സെപ്റ്റംബർ 1926.
76. 76. ഓക്കെ, ഞാൻ ഒന്ന് ചെക്ക് ചെയ്തിട്ട് പറയാം. എവിടുന്നാണ് ഇത് വിളിക്കുന്നത്? സർ സൂറത്ത്, ഗുജറാത്ത്. ഗുജറാത്താണോ? സൂറത്ത്. ഓക്കെ, ആ ഗുജറാത്ത്, സൂറത്ത്. ഓക്കെ, ഒന്ന് ചെക്ക് ചെയ്യട്ടെ കേട്ടോ. ഓക്കെ സാറേ. കേൾക്കാമോ? ആ സാറേ പറഞ്ഞോ. പേഴ്സണാലിറ്റി നമ്പർ 1, ലൈഫ് പാത്ത് നമ്പർ 6 വരുന്നത്. ഈ മനേഷ് മാധവൻ എന്നുള്ള പേര് പിന്നെ വലിയ കുഴപ്പം പറയാനില്ല, സപ്പോർട്ട് ചെയ്യുന്നതിന് മോസ്റ്റ് ലക്കിയസ്റ്റ് ആണെന്ന് പറയാനില്ല എന്ന് മാത്രമേ ഉള്ളൂ. എന്നിരുന്നാലും ഏറെക്കുറെ ഒരു 70%, 80%ഓളം സപ്പോർട്ടീവ് ആയിട്ടുള്ള പേര് തന്നെയാണ്. അപ്പോൾ അത് ന്യൂമറോളജി പ്രകാരം ഒരു ബുധൻ്റെ എനർജിയിൽ വരുന്ന ഒരു നല്ല പേര് തന്നെയാണ്. അപ്പോൾ എന്താണ് നിങ്ങൾക്ക് അറിയാനുള്ളത് കൂടുതലായിട്ട്? സാർ എനിക്ക് 2024 ഈ ഇയർ എങ്ങനെയുണ്ട്? എനിക്ക് നല്ലൊരു ജോബ് കിട്ടാൻ സാധ്യതയുണ്ട് ഈ ഇയറിൽ, ഈ കൊല്ലത്തില്. ബിസിനസ് ചെയ്യാൻ വേണ്ടിയിട്ടാണോ താല്പര്യം? അല്ല ജോബ് ബിസിനസ് താല്പര്യമുണ്ട്, പക്ഷെ എനിക്ക് അബ്രോഡ് ജോലിക്ക് പോകാൻ നല്ല താല്പര്യമുണ്ട്. കുറെ കാലങ്ങളായിട്ട് ട്രൈ ചെയ്തിട്ട് എനിക്ക് കിട്ടുന്നില്ല സാറേ. അതല്ലേ, ഈ ഇയർ എനിക്ക് പോകാൻ പറ്റുമോ? നല്ല ജോലി കിട്ടാൻ സാധ്യതയുണ്ടോ? ഓക്കെ, ഞാൻ ചെക്ക് ചെയ്യട്ടെ. ദുബായ്. ഇപ്പോൾ ഈ ന്യൂമറോളജി പ്രകാരം പറയാനുള്ളത്, നിങ്ങൾ ഈ വർഷം, അതായത് ഇപ്പോൾ ഏകദേശം പകുതിയോളം ആവാൻ വേണ്ടി പോകുന്നത്, പക്ഷെ ഇന്നും പിന്നെ അനുകൂലമായിട്ടുള്ള സമയം തന്നെ ഉണ്ട്. തീർച്ചയായിട്ടും നിങ്ങൾ ശ്രമിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ ഉദ്ദേശിക്കുന്ന രീതിയിലേക്ക് ജോലിയിൽ നിന്ന് മാറ്റം തന്നെ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഇപ്പോൾ നിങ്ങൾ ചെയ്യുന്ന ജോലി മാറാനൊക്കെ അനുകൂലമായിട്ടുള്ള സമയം തന്നെയാണ്. തീർച്ചയായിട്ടും അതുമായിട്ട് മുന്നോട്ട് പോകാം. നിങ്ങൾക്ക് അനുകൂലമായിട്ടുള്ള സമയം തന്നെയാണ്. പിന്നെ അതിൻ്റെ കൂടെ നിങ്ങൾ ശ്രമിച്ചു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ കാലതാമസം എന്നുള്ളത് ഇതിൻ്റെ കൂടെ ഉണ്ടെങ്കിലും നിങ്ങൾ ശ്രമിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്കതിൽ വിജയം കൈവരിക്കാൻ പറ്റും. കാരണം നിങ്ങളുടെ പേഴ്സണൽ ഇയർ വളരെ സപ്പോർട്ടീവായിട്ടുള്ള ഒരു എനർജിയിലാണ് ഉള്ളത്. അപ്പോൾ അതുമായിട്ട് നിങ്ങൾക്ക് മുന്നോട്ട് പോകാം. ഒന്നിനെ സംബന്ധിച്ചിടത്തോളം 9 എന്ന എനർജി പേഴ്സണൽ ഇയർ വന്നു കഴിഞ്ഞാൽ നമുക്ക് മികച്ച കാര്യങ്ങൾ തന്നെയാണ് പറയേണ്ടത്. എന്നിരുന്നാലും പിന്നെ സാറ്റേൺ എനർജി ആയതുകൊണ്ട് തന്നെ, നിങ്ങളുടെ പേഴ്സണാലിറ്റി ഒന്നും ആയതുകൊണ്ട് തന്നെ കാലതാമസം എന്നുള്ളതുണ്ട്. എങ്കിലും നിങ്ങൾ കൃത്യമായിട്ട് ശ്രമിച്ചു കഴിഞ്ഞാൽ അതിന് വിജയം കൈവരിക്കാൻ സാധിക്കും. നിങ്ങൾ ഉദ്ദേശിക്കുന്ന രീതിയിലേക്ക് എത്തിച്ചേരാൻ സാധിക്കുമെന്നാണ് പറയേണ്ടത്. അബ്രോഡിൽ അല്ലേ? നോക്കട്ടെ. അത് ഞാൻ ഇതിൽ പറഞ്ഞിരിക്കുന്നത് അതാണ്. നിങ്ങൾ ഉദ്ദേശിക്കുന്നത് അബ്രോഡിലത്തെ ഒരു ജോലിയാണ് ഏറ്റവും അല്ലേ നിങ്ങൾ ഉദ്ദേശിക്കുന്ന മികച്ച രീതിയിലുള്ള ജോലി എന്ന് പറയുന്നത്. അപ്പോൾ ആ രീതിയിലേക്ക് നിങ്ങൾക്ക് പോകണം. അതാണ് കാലതാമസം എന്നുള്ളതിനെ നിങ്ങൾ തന്നെ ഓവർകം ചെയ്യേണ്ടി വരും. നിങ്ങളുടെ ഭാഗത്തു നിന്നുള്ള എല്ലാ ആക്റ്റീവായിട്ട് നടന്നു കഴിഞ്ഞാൽ നിങ്ങൾ ഉദ്ദേശിക്കുന്ന രീതിയിൽ കാര്യങ്ങളെ നിങ്ങൾക്ക് ഈ വർഷം കൊണ്ടുപോകാൻ സാധിക്കും. അപ്പോൾ അതിനുള്ള നല്ല ഹാർഡായിട്ടുള്ള ഒരു വർക്ക് ചെയ്യുക. തീർച്ചയായിട്ടും സപ്പോർട്ടീവായിട്ട് നിങ്ങൾക്ക് അനുകൂലമായിട്ടുള്ള സമയത്തിൽ കാണാനുണ്ട്. ഈ ഡേറ്റ് ഓഫ് ബർത്തും നിങ്ങളുടെ പേരും വെച്ചിട്ട് നിങ്ങളുടെ ലൈഫിൽ എപ്പോഴും ഒരു നിങ്ങൾ ഉദ്ദേശിക്കുന്ന രീതിയിൽ ഉയർന്ന ഗ്രാഫ് തന്നെ കാണുവാനാണ് സാധ്യത കൂടുതൽ. അങ്ങനെയല്ലേ? അതാണ്. അപ്പോൾ ഈ പേര് വെച്ചുകൊണ്ട് നിങ്ങൾക്ക് അങ്ങനെ ബുദ്ധിമുട്ടോ അങ്ങനെയൊന്നും അനുഭവിക്കേണ്ടി വരത്തില്ല. പ്രത്യേകിച്ച് ഈ വർഷം പിന്നെ ഈ പറയുന്ന പോലെ നിങ്ങൾ ഉദ്ദേശിക്കുന്ന രീതിയിൽ എത്തിപ്പെടാൻ വേണ്ടി ശ്രമിക്കുക. അത് നിങ്ങൾക്ക് ലഭിക്കും. അപ്പോൾ അതിന് ഹാർഡായിട്ടുള്ളൊരു വർക്ക് ചെയ്യുക. അപ്പോൾ ഈ ഒരു പേര് ഞാൻ ആദ്യം പറഞ്ഞു, ബുധൻ്റെ എനർജിയിലുള്ള ഒരു പേരാണ്, നല്ലൊരു പേരാണ്. അതിൻ്റെ അകത്തുള്ള എനർജീസും സപ്പോർട്ടീവായിട്ടുള്ളതാണ്. അപ്പോൾ നിങ്ങൾ ഉദ്ദേശിക്കുന്ന രീതിയിലേക്ക് നിങ്ങളുടെ കരിയർ നിങ്ങൾക്ക് കൊണ്ടുപോകാൻ സാധ്യത തന്നെ ചെയ്യും. അപ്പോൾ ധൈര്യമായിട്ട് മുന്നോട്ട് പോവാം. ഓക്കെ, എന്തായാലും മനസ്സിലായില്ല. നിങ്ങൾ സൗണ്ട് എന്തോ ക്ലിയർ ആവുന്നില്ല. നിങ്ങൾ മൈക്കോ അല്ല എന്താ പറയുക സ്പീക്കർ ഓൺ ചെയ്തിട്ടുണ്ടോ? അല്ല
എനിക്ക് ബിസിനസ് തുടങ്ങണം, നമുക്ക് ബിസിനസ് തുടങ്ങാനുള്ള സാധ്യത അതാണ്. യെസ് ഓഫ് കോഴ്സ്. ഞാൻ അതാണ് ആദ്യം തന്നെ പറഞ്ഞത്. നിങ്ങൾ ബിസിനസ്സിലേക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ ഏറ്റവും സപ്പോർട്ടീവ് ആയിട്ടുള്ള എനർജി ഇതിലുണ്ട്. നിങ്ങൾക്ക് ബിസിനസ് ചെയ്യാൻ വേണ്ടി പറ്റുന്നത് വളരെ പവർഫുൾ ആയിട്ടുള്ളതാണ്. ഇനി നിങ്ങൾ അധികം ഫ്യൂച്ചറൊന്നും ചിന്തിച്ചിട്ട് നിൽക്കേണ്ട കാര്യമില്ല. നിങ്ങൾക്ക് നിങ്ങൾ ആഗ്രഹിക്കുന്ന പോലെ ഇനി ചെറിയ തോതിലാണെങ്കിലും ആദ്യം തന്നെ ആരംഭിക്കുക എന്നാണ് പറയാനുള്ളത്. അതിനൊരു പവർഫുൾ ആയിട്ടുള്ള എനർജിയാണ് ഇതിൽ ഫസ്റ്റിൽ നോക്കുമ്പോൾ തന്നെ കാണുന്നത് കേട്ടോ. അപ്പോൾ അതിനു വേണ്ടിയിട്ടുള്ള ശ്രമം നടത്തുക. അതാണ് ഞാൻ ആദ്യം തന്നെ നിങ്ങളോട് ചോദിച്ചത്. അങ്ങനെയുള്ളൊരു മൈൻഡ് സെറ്റ് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ പിന്മാറരുത്, അതിനുവേണ്ടി ഇറങ്ങുക. ഓക്കെ, എന്തായാലും പേരിൻ്റെ വിസ്മയത്തിലേക്ക് വിളിച്ചതിൽ സന്തോഷം. പിന്നെ സൂറത്ത് മനീഷ് മാധവനാണ് വിളിച്ചത്. എന്തായാലും സന്തോഷം. അപ്പോൾ നമുക്ക് ചെറിയൊരു ബ്രേക്കിന് പോകേണ്ട സമയമായി. ബ്രേക്കിന് പോയിട്ട് പെട്ടെന്ന് തിരിച്ചു വരാം. വെൽക്കം ബാക്ക് ടു പേരിൻ്റെ വിസ്മയം. ഇപ്പോൾ നമ്മൾ പ്രോഗ്രാം തിരിച്ചു വന്നപ്പോൾ തന്നെ ഒരു കോൾ വന്ന് വെയിറ്റ് ചെയ്യാണ്. നമുക്ക് നോക്കാം. ഹലോ, നമസ്കാരം. പേരിൻ്റെ വിസ്മയത്തിലേക്ക് സ്വാഗതം. ആരാണ് സംസാരിക്കുന്നത്? ഹലോ, ആരാണ് സംസാരിക്കുന്നത്? ഹലോ, ആരാണ് സംസാരിക്കുന്നത്? ഹലോ, കേൾക്കുന്നില്ലേ? ഹലോ, പേര് പറയൂ. പിന്നെ പേരിന്റെ വിസ്മയം എന്നുള്ള പരിപാടിയല്ലേ പ്രോഗ്രാം? അതെ, പേര് പറയൂ. പേര് ഉഷ. ഷൈജ. ഉഷ. അതെ. ഉഷയുടെ കാര്യം അറിയാൻ വേണ്ടിട്ടാണോ? അപ്പൊ ഉഷ എവിടുന്നാ വിളിക്കുന്നത്? ശ്രീകൃഷ്ണപുരം, പാലക്കാട് ജില്ല. ഓക്കെ, പാലക്കാട്. ഉഷയുടെ ഇനീഷ്യൽ എന്താ? സെക്കൻഡ് നെയിം എന്താണ്? ശരിക്കുള്ള നെയിം ഉഷ. പിന്നെ എനിക്ക് കുറെ പേര് വിളിക്കും വീട്ടുകാര്. 4 പേരുണ്ട് ശരിക്ക്. നിങ്ങളുടെ ഒഫീഷ്യലായിട്ട് ഉപയോഗിക്കുന്ന ആധാർ കാർഡിലുള്ള ഉഷയുടെ സെക്കൻഡ് നെയിം എന്താണ്? ഉഷ. അതിന്റെ സെക്കൻഡ് ഇനീഷ്യൽ അല്ലെങ്കിൽ സെക്കൻഡ് നെയിം എന്താണ്? ഉഷാപ്പിയാണ്. ഡേറ്റ് ഓഫ് ബർത്ത് പറയൂ. 7/11/1967. 1967. 7/11/1967. ഓക്കെ, ഒന്ന് ഹോൾഡ് ചെയ്യോ, ഞാൻ ചെക്ക് ചെയ്തിട്ട് പറയാം. ശരി. കേൾക്കാമോ? കേൾക്കാം. പേഴ്സണാലിറ്റി നമ്പർ 7, ലൈഫ് പാത്ത് നമ്പർ 5 ആണ് വരുന്നത്. 7ന്റെയും 5ന്റെയും കൂടിച്ചേരലാണ്. 2 കോള് മുമ്പേ വന്നതും ഇതേപോലെ സെയിം ആയിട്ടുള്ളൊരു കോളായിരുന്നു. അപ്പോൾ ഉഷ പി എന്നുള്ള പേരിന് വളരെ ദോഷമൊന്നും പറയാനില്ല. ഒരു കുഴപ്പമില്ലാത്ത നല്ല പേരാണ്. പക്ഷേ പിന്നെ ഭാഗ്യങ്ങളൊന്നുമില്ല, സ്വയം തൊഴിലോ അങ്ങനെ ഒരു സ്വന്തമായിട്ട് വരുമാനങ്ങളൊന്നും ഇല്ലാത്തൊരു സാഹചര്യമാണ്. എന്താണ്? സ്വന്തമായിട്ട് നമുക്കൊരു വരുമാനത്തിനൊന്നും ഉണ്ടായിരുന്നില്ല. എംപ്ലോയ്മെന്റ് എന്നൊക്കെ ഒരുപാട് ഇന്റർവ്യൂ കാർഡൊക്കെ വന്നു. പക്ഷെ സ്ഥിരമായിട്ട് തൊഴിലൊന്നും കിട്ടിയില്ല. ഇപ്പൊ പ്രായം കഴിയുകയും ചെയ്തല്ലോ. അപ്പൊ ഞാനേ ഈ വർഷം നിങ്ങൾക്ക് എങ്ങനെയാണെന്നുള്ളത് കാര്യം കൂടി പറയാം. നമുക്ക് ഈ വർഷത്തിന് ശേഷം നമുക്ക് അനുകൂലമാകുമോ ഇല്ലയോ എന്നുള്ളത് ഞാൻ ഒന്ന് നോക്കട്ടെ. ഒരു മിനിറ്റ്. ന്യൂമറോളജി പ്രകാരം നിങ്ങളുടെ പേഴ്സണൽ ഇയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 8 ആണ്. 8ന്റെ ഒരു പ്രത്യേകത എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മൾ അവിടെ ആ ഒരു സമയത്ത് നമ്മൾ കൃത്യമായിട്ട് കഠിനാധ്വാനം ചെയ്യേണ്ട അവസ്ഥ പലപ്പോഴും കാണും. അപ്പോൾ അങ്ങനെ ഒരു കഠിനാധ്വാനം ചെയ്യുകയാണെങ്കിൽ വിജയം ഉണ്ടാവും. സാറ്റേൺ എനർജി അങ്ങനെയാണ്. നമുക്ക് ഒരു വ്യക്തിയുടെ, അതായത് ന്യൂമറോളജി പ്രകാരം ഒരാളുടെ പേഴ്സണൽ ഇയർ 8 ആയിട്ട് വരികയാണെങ്കിൽ നമുക്കതിന് ദോഷം എന്ന് പറയാനുള്ളത് ഇതാണ്: കഠിനാധ്വാനം നമുക്ക് നിർബന്ധമാണ്. അങ്ങനെ നിരന്തരമായ ശ്രമത്തിന് നിങ്ങൾക്ക് അതിൻ്റെതായുള്ള പ്രതിഫലം ലഭിക്കും. അതേസമയം നിങ്ങൾക്ക് തന്നെ സംഭവിക്കുന്ന ചെറിയ മിസ്റ്റേക്ക് പോലും നിങ്ങൾക്ക് കൂടുതൽ കാലതാമസവും അവിടെ എത്തിച്ചേരാനുള്ള ബുദ്ധിമുട്ടും അനുഭവപ്പെടും. അതാണ് പറയേണ്ടത്. അപ്പോൾ ഈ ഒരു അവസ്ഥ കഴിഞ്ഞിട്ട് ഇനി അടുത്ത വർഷം ശരിയാവുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അടുത്ത വർഷം ഇതേ കാര്യങ്ങൾ തന്നെ നിങ്ങൾ എന്താ പറയുക ആവർത്തിച്ചിട്ട് ശ്രദ്ധിക്കണം. അതിൽ ഇപ്പോൾ അനുകൂലമായിട്ടുള്ള ഒരു സമയം പറയണമെങ്കിൽ ഈ ഒരു
വരുന്ന മാസങ്ങളിൽ അവിടെയൊക്കെ നിങ്ങൾക്ക് ആശ്വാസകരമായിട്ടുള്ള കാര്യങ്ങൾ കേൾക്കാൻ വേണ്ടി പറ്റുന്ന ഇതാണ്. അതായത് ഈ വരുന്ന ജൂൺ മാസം, പിന്നെ ജൂൺ മാസം കഴിഞ്ഞാൽ ജൂലൈ, പിന്നെ ഓഗസ്റ്റ് സെപ്റ്റംബർ ആകുമ്പോഴേക്കും വീണ്ടും പിന്നെ പഴയ പോലെ ആകാനുള്ള സാധ്യതയാണ് കൂടുതൽ കാണുന്നത്. അതിനുശേഷം ഒരു സപ്പോർട്ടീവ് ആയിട്ടുള്ളത് പിന്നെ ഒക്ടോബർ, ഡിസംബർ. അപ്പോൾ ഈ വർഷത്തിൽ നിങ്ങൾക്ക് കൂടുതൽ അനുകൂലമായിട്ടുള്ള സമയം ഈ കാലഘട്ടമാണ്. അപ്പോൾ ആ സമയത്ത് നിങ്ങൾ ഉദ്ദേശിക്കുന്ന രീതിയിൽ ചെയ്തു കഴിഞ്ഞാൽ കൂടുതൽ അനുകൂലമായിട്ടുള്ള ഫലം ലഭിക്കും. അതെന്താ സ്പെഷ്യലായിട്ട് ഒരു ചെറിയ ചെറിയ കാലഘട്ടം പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ ഈ വർഷത്തിന്റെ പൊതുവേ ഉള്ള പോക്ക് കുറച്ച് കാലതാമസം പിടിച്ചതാണ്. അതുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത്. അപ്പോൾ അതിൽ നമ്മൾക്ക് ആശ്വാസകരമായിട്ടുള്ള സമയം ഇതൊക്കെ ആയിരിക്കും എന്ന് ഞാൻ സൂചിപ്പിച്ചു എന്ന് മാത്രം. ഓക്കെ, വേറെന്താണ്? പിന്നെ എനിക്ക് ലൈഫിലൊരു വീടൊക്കെ എന്റെ 22ാമത്തെ നമ്പറാണ്. പക്ഷെ ഇതുവരെ പഞ്ചായത്തിൽ വിളിച്ചു. പക്ഷെ പിന്നീട് അതിന്റെ യാതൊരു അറിവും കിട്ടിയിട്ടില്ല. വീട് കിട്ടാനുള്ള യോഗം ഉണ്ടോ സ്വന്തമായിട്ട് വീട് വെക്കാനുള്ളതല്ലേ? നിങ്ങൾക്ക് സ്വന്തമായിട്ട് വീട് വെക്കാനുള്ള യോഗം തീർച്ചയായിട്ടും ഉണ്ട്. അത് ഏറ്റവും സപ്പോർട്ടീവായിട്ട് നിങ്ങൾക്കത് അനുകൂലമായിട്ട് ഇപ്പോൾ തുടങ്ങിക്കഴിഞ്ഞാലും ഏറ്റവും അനുകൂലമാകുന്ന സമയം 2026. നിങ്ങൾക്ക് ഈ സമയങ്ങളിൽ നമുക്ക് ശ്രമിക്കാവുന്നതാണ്. പക്ഷേ ന്യൂമറോളജി പ്രകാരം ഏറ്റവും കൂടുതൽ അനുകൂലമായിട്ടുള്ള സമയം അവിടെയാണ്. അപ്പോൾ ആ സമയത്ത് നിങ്ങൾ ശ്രമിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങൾ ഉദ്ദേശിക്കുന്ന രീതിയിൽ തന്നെ കാര്യങ്ങൾ നടക്കും. ഉദ്ദേശിക്കുന്ന പോലെ വീടെടുക്കാനും സാധിക്കും. ഓക്കെ, ന്യൂമറോളജി പ്രകാരം ആ ഒരു സമയപരിധി പറയേണ്ടത് അവിടെയാണ് കേട്ടോ. അല്ലാതെ ഞാൻ ഇപ്പോഴും റെഡി ആവുമെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. ഇതിന്റെ അനുകൂലമായിട്ടുള്ള സമയം അവിടെയാണ്. എന്തായാലും പേരിന്റെ വിസ്മയത്തിലേക്ക് വിളിച്ചതിൽ സന്തോഷം. ഉഷ, നല്ല പരിപാടിയാണ്, പ്രയോജനപ്രദമായ ഒരു പരിപാടിയാണ്. ഓക്കെ, വളരെ സന്തോഷം, കാണുന്നതിൽ സന്തോഷം. ഓക്കെ ഓക്കെ, കാര്യങ്ങൾ ഇതൊക്കെ വീടൊക്കെ ആയിട്ട് വീണ്ടും വിളിക്കൂ. ഓക്കെ, സന്തോഷം. ഓക്കെ, അപ്പോൾ പേരിന്റെ വിസ്മയത്തിലേക്ക് വിളിച്ചത് ഉഷ പി ആണ്. അപ്പോൾ ഉഷയുടെ എനർജിയും നേരത്തെ ഞാൻ പറഞ്ഞ പോലെ 7ന്റെയും 5ന്റെയാണ്. അപ്പോൾ അതിനൊരു 7ന്റെയും 5ന്റെയും ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ ആ ഒരു വൈരുദ്ധ്യമുണ്ട് അവരുടെ ആ ചിന്താഗതിയിലുള്ള ഒരു കൺഫ്യൂഷൻ. അപ്പോൾ അതിൽ നമുക്ക് മികച്ച ഒരു പേര് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊരു മികച്ചൊരു പേരാണെങ്കിൽ ഓക്കെ, അത് കൂടുതൽ സപ്പോർട്ടീവ് ആവും. എന്നിരുന്നാലും ആ ഒരാളുടെ ലൈഫ് പാത്ത് നമ്പറും പേഴ്സണാലിറ്റി നമ്പറിൻ്റെയും ആ ഒരു കൂടിച്ചേരലുണ്ടല്ലോ, അതെപ്പോഴും അവരുടെ ജീവിതത്തിൽ ബാധിക്കുന്നുണ്ട് തീർച്ചയായിട്ടും. ആ ഒരു കാര്യങ്ങളാണ് അവർ പറഞ്ഞതും. അപ്പോൾ അതിൽ നമുക്ക് എന്താ പറയുക, ഇതിലും ഒരു ബെസ്റ്റായിട്ട് അല്ലേ, നമ്മൾ പറ്റാത്ത വാഗ്ദാനങ്ങൾ ഇതിലൂടെ ചൂണ്ടിക്കൊടുത്തിട്ടും അല്ലേ കാണിച്ചു കൊടുത്തിട്ടും കാര്യമില്ല. അപ്പോൾ ആ എനർജിക്ക് അനുകൂലമായിട്ടുള്ള കാര്യങ്ങൾ മാത്രമേ നമുക്ക് പറയാൻ വേണ്ടി സാധിക്കുള്ളൂ എന്നാണ്. അപ്പോൾ പേരിൻ്റെ വിസ്മയത്തിലേക്ക് വിളിച്ചതിൽ സന്തോഷം. അപ്പോൾ നമുക്ക് അടുത്തൊരു കോൾ വന്ന് വെയിറ്റ് ചെയ്യേണ്ടത്, നമുക്ക് കോളിലേക്ക് തന്നെ പോവാം. ഹലോ, നമസ്കാരം. പേരിൻ്റെ വിസ്മയത്തിലേക്ക് സ്വാഗതം. ആരാണ് സംസാരിക്കുന്നത്? ശരത്ത്. ശരത്തിന്റെ കാര്യം അറിയാനാണോ? അല്ലല്ല, മോളുടെ കാര്യം അറിയാനാണ്. ഓക്കെ, മോളുടെ പേര് പറയും. മോളുടെ പേര് ശിവഗൗരി എസ് നായർ. ശിവഗൗരി എസ് നായർ. SIVAGAURY അല്ലേ? GAW ആണ് അല്ലേ? ഓക്കെ, RY. ന്യൂമറോളജി പ്രകാരം U ആയാലും W ആയാലും ഒരേ എനർജിയാണ് വരുന്നത്. എന്നാലും ഓക്കെ, ഗൗരി എസ് നായർ അല്ലേ? ഡേറ്റ് ഓഫ് ബർത്ത് പറയും. 11/9/2020. 11/9/2020. 11/9/2020. ഞാൻ ഒന്ന് ചെക്ക് ചെയ്യട്ടെ. ഇത് എവിടുന്ന് വിളിക്കുന്നു പറഞ്ഞില്ല? തിരുവനന്തപുരം. ഓ ശരി ശരി, ഞാൻ ഒന്ന് ചെക്ക് ചെയ്യട്ടെ.
പേഴ്സണാലിറ്റി നമ്പർ 2, ലൈഫ് പാത്ത് നമ്പർ 6 വരുന്നത്. അപ്പോൾ ഈ പേര്, അതായത് 2ന്റെയും 6ന്റെയും കൂടിച്ചേരൽ പൊതുവെ നല്ലത് തന്നെയാണ് പറയാനുള്ളത്. പേഴ്സണാലിറ്റി. അപ്പോൾ ഇത് പേര് വന്നിരിക്കുന്നത് ശിവഗൗരി എസ് നായർ എന്ന് പറയുമ്പോഴേക്കും 9ന്റെ എനർജിയിലാണ്. നമുക്ക് അത് ഇപ്പോൾ ലൈഫ് പാത്തിൽ 6 ഉണ്ടായതുകൊണ്ട് തന്നെ ഞാൻ വളരെ ദോഷം പറയുന്നില്ല, ഓക്കെ എന്ന് പറയാം. പക്ഷെ എന്നിരുന്നാലും പേഴ്സണാലിറ്റി 2നെ സംബന്ധിച്ചിടത്തോളം യാതൊരു കാരണവശാലും യോജിക്കാത്ത ഒരു എനർജിയാണ് 9ന്റെ എനർജി. അപ്പോൾ അങ്ങനെയാണ് ഇതിന് ഒരു കാരണം കുട്ടികളുടെ പേര് ഏറ്റവും മികച്ചതാക്കി വെക്കുന്നത് തന്നെയാണ് എപ്പോഴും നല്ലത്. അപ്പോൾ അതിലെന്തെങ്കിലും മാറ്റം നിങ്ങൾ ആഗ്രഹിക്കും? ഇത് അതെ, ശരത്ത് എന്നുള്ളതായിരിക്കും എസ് എന്ന് വെച്ചിരിക്കുന്നത് അല്ലേ? അതെ, SIVA എന്ന് തന്നെയാണ് ഉള്ളത്. ശിവഗൗരി എസ് നായർ. അപ്പോൾ അതിൽ ശിവഗൗരി നായർ എന്ന് മാത്രമാകുമ്പോൾ കുട്ടിക്ക് ഏറ്റവും സപ്പോർട്ടീവ് ആയിട്ടുള്ള പേരുമാണ്. അപ്പോൾ അച്ഛൻ്റെ ആ പേര് എസ് എന്നുള്ളത് മിസ്സാവുന്നത് ഒരു അല്ലേ മോശമാണ്. ഒന്ന് നോക്കാം, ഞാൻ ശരത്ത് തന്നെ ഇടാൻ പറ്റി നോക്കാം. ലാസ്റ്റ് നായർ എന്നുള്ളതാ. നായർന്ന് ഇപ്പം നായർ എന്നുള്ളത് ഒഴിവാക്കിയാലും അതേ എനർജി, ഒരേ എനർജിയാണ് വരിക നായർ എന്നുള്ളതിന്. അതെ. അപ്പോൾ അത് ശരിക്കും പൊതുവേ നായർ എന്നുള്ള പേരിൻ്റെ ഒരു പ്രത്യേകത അത് പിന്നെ കൂടെ വെച്ച് കഴിഞ്ഞാലും ഇല്ല, കാരണം 9 എന്നുള്ള എനർജിയാണ് വരുന്നത്. അപ്പോൾ ഈ ശിവഗൗരി എന്നുള്ള പേര് നല്ലതാണ്, കാരണം 24 എന്ന ഒരു എനർജിയിലാണ് ആ ശിവഗൗരി എന്നുള്ള എനർജി വരുന്നത്. അതൊരു ശുക്രൻ്റെ എനർജിയാണ്. അതിൻ്റെ കൂടെ നായർന്ന് ചേർക്കുമ്പോൾ 33 എന്നൊരു എനർജിയിലേക്ക് വരും. 33 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു യൂണിവേഴ്സൽ ലക്കിയസ്റ്റ് ഏഞ്ചൽ നമ്പർ കൂടിയായി. അത് പിന്നെ എന്താ പറയുക, 6 അനുകൂലമായിട്ട്, അല്ലെങ്കിൽ ശുക്രൻ്റെ എനർജി അനുകൂലമായിട്ടുള്ള ആർക്കും വെക്കാൻ വേണ്ടി പറ്റുന്ന ഒരു വളരെ പവർഫുൾ ആയിട്ടുള്ള ഒരു എനർജിയാണ് 33 എന്നത്. അതൊരു യൂണിവേഴ്സൽ ലക്കിയസ്റ്റ് ഏഞ്ചൽ നമ്പർ കൂടിയാണ്. അതൊരു മാസ്റ്റർ നമ്പറാണ്. കുട്ടിയുടെ എനർജിയും 11 മാസ്റ്റർ നമ്പറാണ്. പിന്നെ കാരണം ഇമോഷണലി വളരെ സെൻസിറ്റീവായിട്ടുള്ള വ്യക്തിത്വമായിരിക്കും. ചെറിയ കാര്യങ്ങൾ പോലും പിന്നെ എപ്പോഴും മനസ്സിൽ കിടക്കുന്ന എനർജി ആയിരിക്കും. അപ്പോൾ അതിന് ഒരു ലീഡർഷിപ്പ് ക്വാളിറ്റി ഉള്ള, അല്ലെങ്കിൽ പിന്നെ നയിച്ച് കൊണ്ടുപോകാൻ പറ്റുന്ന ഒരു പവറുള്ള എനർജി ഉള്ള പേര് തന്നെ ആയിരിക്കണം. അല്ലെങ്കിൽ എന്താ പിന്നെ ഈ എന്താ പറയുക, ചില അല്ലേ ഇങ്ങനെ മാനസികമായിട്ട് ഓരോരോ കാര്യത്തിനെക്കുറിച്ച് ചിന്തിച്ച് വിഷമിച്ച് കഴിഞ്ഞാൽ മോശമല്ലേ. അപ്പോൾ അതിന് ഒരു പവർഫുള്ളാണ്. അതേസമയം അവരുടെ എനർജി 2ന്റെയും 6ന്റെയും കൂടി ചേർന്നത് നല്ലതാണ് താനും. അപ്പോൾ അവരെ ഒന്ന് എൻഹാൻസ് ചെയ്യുന്ന എനർജി ആയിരിക്കണം അവരുടെ പേരായി കിടക്കുന്നത് എപ്പോഴും. അപ്പോൾ അങ്ങനെ നമുക്കിപ്പോൾ ഒറ്റൊരു ഇതിൽ നോക്കിയിട്ട് പറയാൻ വേണ്ടി പറ്റുക, ആ എസ് എന്നുള്ള പേര് നമുക്ക് ഒഴിവാക്കി കഴിഞ്ഞാൽ ഏറ്റവും ഒരു ബെസ്റ്റ് ആയിട്ടുള്ളൊരു പേരായിട്ട് വരും കേട്ടോ. അപ്പോൾ വേണമെങ്കിൽ ഇങ്ങനെ നോക്കുക. പക്ഷേ ഞാൻ ശരത്ത് എന്ന് വെച്ച് നോക്കി, പിന്നെ എനിക്കും അച്ഛൻ്റെ പേര് അങ്ങനെ മിസ് ചെയ്യുന്നതിനെ കൊണ്ട് എനിക്ക് താല്പര്യമില്ല. പക്ഷേ ഈ എനർജി പ്രകാരം അങ്ങനെയാണ് വരുന്നത്. ഇനി അതല്ല, നിങ്ങൾക്ക് ഫാദറിൻ്റെ പേര് കൂടി ആഡ് ചെയ്തിട്ട് തന്നെ ഒരു ബെസ്റ്റ് ആയിട്ടുള്ളതെങ്കിൽ തീർച്ചയായിട്ടും ഒരു ന്യൂമറോളജിസ്റ്റിൻ്റെ അടുത്ത് പോയിട്ട് ചെയ്യുന്നതായിരിക്കും നന്നാവുക കേട്ടോ. അപ്പോൾ അത് അങ്ങനെ ചെയ്യുന്നതായിരിക്കും ഏറ്റവും ബെസ്റ്റ് ആകുക. കാരണം അതാണ് പറയാനുള്ളത്. എന്തായാലും തിരുവനന്തപുരത്ത് നിന്ന് ശരത്താണ് നമ്മളെ വിളിച്ചത്. സന്തോഷം. കുട്ടിക്ക് നമുക്ക് എന്താ പറയുക, പ്രത്യക്ഷത്തിൽ ചൂണ്ടിക്കാണിക്കാൻ വേണ്ടിയിട്ട് ഒരു ബെസ്റ്റ് ആയിട്ടുള്ള പേര് വെച്ചു. അത് നമുക്ക് അങ്ങനെയും വെക്കാം തീർച്ചയായിട്ടും. ഒരു സെക്കൻഡ് നെയിം എന്ന നിലയിൽ ഈ സർനെയിമായിട്ടുള്ള നായർ എന്നുള്ള പേര് വെച്ചുകൊണ്ട് തന്നെ ശിവഗൗരി നായർ എന്ന് വെച്ചുകൊണ്ട് തന്നെ അത് ബെസ്റ്റാക്കാൻ വേണ്ടി പറ്റും. അപ്പോൾ അദ്ദേഹം അതിന് ശ്രമിക്കുന്നതാണ് വിചാരിക്കുന്നത്. കാരണം 11 എന്ന എനർജിയിലാണ് കുട്ടിയുടെ എനർജി വരുന്നത്. ഈ 11 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ സെൻസിറ്റീവാണ്. മറ്റുള്ളവരുടെ മനസ്സിനെയൊക്കെ കുറിച്ചിട്ട് വായിച്ചെടുക്കാനും പഠിച്ചെടുക്കാനൊക്കെയുള്ള വളരെ പവർഫുള്ളായിട്ടുള്ള ഒരു എനർജി കൂടിയാണ്. മറ്റുള്ളവരുടെ മനസ്സിനെ കുറിച്ചിട്ട് ഇങ്ങനെ പഠിക്കാനും പെട്ടെന്ന് മനസ്സിലാക്കാനൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ അത് മനസ്സിൽ കിടക്കും, മനോവിഷമത്തിന് കാരണമാവും. അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ നമ്മളെ ലീഡ് ചെയ്ത് പോകാൻ പറ്റുന്ന ഒരു പവർഫുള്ളായിട്ടുള്ള എനർജി തന്നെയായിരിക്കണം. നമുക്ക് ചെറിയൊരു ബ്രേക്കിന് വേണ്ട സമയമായി. ബ്രേക്കിന് പോയിട്ട് പെട്ടെന്ന് തിരിച്ചു വരാം.